നമസ്കാരം. സ്ത്രീകളുടെ അവകാശങ്ങൾ, അവർക്കെതിരായ ചൂഷണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, സമത്വം, തുല്യത ഇതെല്ലാം ഓർമ്മപ്പെടുത്തേണ്ട ദിനമാണ് വനിതാ ദിനം. നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് സ്ത്രീകൾ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിലേക്ക് എങ്കിലും എത്തിയത്. പോരാട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിലൂടെ മാതൃകയായ നിരവധി വനിതകളുണ്ട്. അങ്ങനെ ഓർത്തെടുക്കേണ്ട പേരുകളിൽ ഒന്നാണ് അന്ന മൽഹോത്ര. 1950 കാലഘട്ടം. IAS ഉദ്യോഗത്തെപ്പറ്റി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത കാലം. സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ അവൾ ഉന്നത വിജയം നേടി. കേരളത്തിലെ പത്തനംതിട്ടയിൽ നിന്നുള്ള അന്ന രാജം ജോർജ്. അഭിമുഖത്തിന് മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന ഇൻ്റർവ്യൂ ബോർഡിന് കൗതുകം. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്നും ഉയരും എന്ന് അന്ന പ്രതീക്ഷിച്ച അതേ ചോദ്യം. ഇത്രയും ഉത്തരവാദിത്വമുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ജോലി ഒരു പെണ്ണായ തനിക്ക് സാധ്യമോ? പുരുഷനെ പോലെ അല്ലെങ്കിൽ പുരുഷനേക്കാൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള തനിക്ക് അത് നടപ്പിലാക്കാനും സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൻ്റെ മറുപടിക്ക് ഫുൾ മാർക്കിൽ കുറഞ്ഞൊന്നും നൽകാൻ ഇൻ്റർവ്യൂ ബോർഡിന് ആകുമായിരുന്നില്ല. വിവാഹിതയായാൽ ജോലി ഒഴിയണം എന്ന നിബന്ധനയോടെയായിരുന്നു നിയമനം. പിന്നീട് കാലം ആ നിയമങ്ങൾ പൊളിച്ചെഴുതി. പതിറ്റാണ്ടുകൾ നീണ്ട ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളെ അന്ന ഓർമ്മക്കുറിപ്പാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഹൊസൂരിൽ സബ് കളക്ടറായി ജോലി ചെയ്യുന്ന കാലം. വനിതാ IAS ഉദ്യോഗസ്ഥ അന്ന് ഗ്രാമവാസികൾക്ക് കൗതുകവും അമ്പരപ്പുമായിരുന്നു, ചിലർക്ക് മുഖം ചുളിക്കലും. ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് തന്നെ കാണണം എന്ന് ആഗ്രഹം. അങ്ങനെ കൂടിക്കാഴ്ചയ്ക്കായി ആ സ്ത്രീകളെ കളക്ട്രേറ്റിലേക്ക് അന്ന സ്വാഗതം ചെയ്തു. കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന വൃദ്ധയായ ആ സ്ത്രീ അടക്കം പറഞ്ഞു, "ഓ, ഇവളെ കാണാനാണോ നമ്മൾ വന്നത്? ഇവൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? നമ്മളെപ്പോലെ സാധാരണയായ ഒരു സ്ത്രീ." ആ അടക്കം പറച്ചിൽ കേട്ട അന്ന കാണാനെത്തിയ പെൺകുട്ടത്തെ തിരികെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, "അമ്മ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു സാധാരണ സ്ത്രീ മാത്രമാണ്. എനിക്ക് ഇങ്ങനെയാകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പാഴാക്കിക്കളഞ്ഞ എത്രയോ വർഷങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ." രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച ആദ്യത്തെ വനിതാ IAS ഓഫീസർ മത്സര പരീക്ഷകളിലെ ഉത്തരത്തിനായി മനഃപ്പാടമാക്കി വെക്കേണ്ട ഒരു പേര് മാത്രമല്ല, അവർ അന്നു പറഞ്ഞ വാക്കുകൾ സമൂഹം ഇന്നും ഓർത്തുകൊണ്ടേ ഇരിക്കണം. പാഴാക്കി കളയാനുള്ളതല്ല ഒരു പെൺജീവിതവും.